ഗമപദസാനി. ചോദിച്ച തുക വളരെ കൂടുതലാണ് മിസ്റ്റർ തോമസ്. ബാക്കി 20 പേർക്കും ഞാൻ ഇത്രയും വലിയ തുക കൊടുത്തിട്ടില്ല. ചോദിച്ച പണം ഞാൻ തരാം, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ കൂടെ നിൽക്കണം. മീൻസ് അസംബ്ലിയിൽ ഭരണ മുന്നണിക്കെതിരെ പോലും വോട്ട് ചെയ്യാൻ തയ്യാറാകണം എന്നർത്ഥം. ജയനവിടെ എവിടെ ജയൻ? കൊല്ലും നിന്നെ ഞാൻ. സ്നേഹം അഭിനയിച്ച് എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ? കഴിവറ മോളെ, എന്നെ വഞ്ചിച്ചാരെയും ഞാൻ വെറുതെ വിടില്ല. കൊല്ലും ഞാൻ. പറയണേ, എവിടെ ജയൻ? പറയാൻ പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? കൊല്ലും അല്ലേ? ഓടാ. പാതിരാത്രിയിൽ ആരോരുമില്ലാത്തൊരിടത്ത് കൂട്ടിക്കൊണ്ടുവന്ന് കൊല്ലുമെന്ന്. ധീരൻ. രാത്രിയിൽ താൻ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമല്ലോ മുഖ്യമന്ത്രിയുടെ മുഖം കണ്ട്. എന്തേ അയാളുടെ നേരെ ഇത് ചൂണ്ടാൻ ധൈര്യമില്ലാതെ പോയി? എന്നെ കൊല്ലാൻ ഈ പരാക്രമത്തിന്റെ ഒന്നും കാര്യമില്ല. എവിടെ വെച്ചും കൊല്ലാം, ആരും ചോദിക്കാനില്ല. ജയൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. എന്നും ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. എനിക്ക് അയാളെ ഇഷ്ടമാണ്, ബഹുമാനമാണ്. ഞാൻ അയാളുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണ്. താൻ എന്ത് ചെയ്താലും ജയൻ എവിടെ ഉണ്ടെന്ന് ഞാൻ പറയില്ല. പറയിപ്പിക്കാൻ ധൈര്യമുണ്ടോ? ഒരു പോലീസുകാരനെ കൊന്നതിലുള്ള ധർമ്മരോഷമാണല്ലോ തനിക്ക്. ഒന്നും അറിയാത്ത 15 പാവങ്ങൾ അന്നവിടെ വേറെ മരിച്ചു. വെടിയേറ്റ്, പോലീസിന്റെ വെടിയേറ്റ്. അന്ന് തന്റെ പോലീസും ഗുണ്ടകളും എത്രയെത്ര അമ്മമാരെയും സഹോദരിമാരെയും മാനഭംഗപ്പെടുത്തി. അതിലൊന്നും അയാൾക്ക് ധർമ്മരോഷമില്ല. എങ്ങനെ ഉണ്ടാകാനാ? ബാല്യക്കാരിയെ പ്രേമിക്കാൻ ഭാര്യയെ തൊഴിച്ചുകൊന്ന തന്തയുടെ മകനല്ലേ താൻ? ജയനൊന്ന് നിങ്ങളോട് കരഞ്ഞപേക്ഷിച്ചതല്ലേ പോലീസിനെ വിടരുതെന്ന്. അവിടെ നടന്ന എല്ലാ പാതകങ്ങൾക്കും താനാണ് ഉത്തരവാദി. യു ആർ എ ക്രിമിനൽ.
എനിക്ക് ജയനെ ഒന്ന് കാണണം. ആഭ്യന്തരമന്ത്രിയായിട്ടല്ല, നിങ്ങളുടെ മഹിയായിട്ട് പ്ലീസ്. എന്നെ വിശ്വാസമില്ലെങ്കിൽ ഇത് വെച്ചോളൂ. ആരാ? മായി. ഞാൻ അവനെ കൊല്ലും. എന്താ ഇത്? വിയർപ്പും കണ്ണീരും പൊട്ടിച്ചിരികളാക്കിയ അധ്വാനശീലരുടെ സ്വപ്നഭൂമിയായിരുന്നു ഇവിടം. മലമ്പനിയെയും കാട്ടുമൃഗങ്ങളെയും തോൽപ്പിച്ച് അവരിവിടെ പൊന്നു വിളയിച്ചു. നമ്മുടെ വിദേശ നാണ്യത്തിന്റെ ലിസ്റ്റ് ഈയിടെ റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ചില്ലേ? അത് ഈ പാവങ്ങളുടെ അധ്വാന ഫലമായിരുന്നു. പക്ഷേ ഇവർക്ക് പൗരാവകാശങ്ങളില്ല. ഇവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളില്ല, ചികിത്സിക്കാൻ ആശുപത്രിയില്ല. രണ്ടാം തരം പൗരന്മാർ. ഇന്നിവരെ ശല്യം ചെയ്യാൻ കാട്ടുമൃഗങ്ങളില്ല. പകരത്തിന് പുതിയ തരം മൃഗങ്ങൾ, അധികാരവർഗങ്ങൾ. ഇതാണ് ആദ്യത്തെ വെടികൊണ്ട് വീണ വർഗീസിന്റെ വീട്. വിവാഹപ്രായമെത്തിയ 2 പെൺകുട്ടികളാണ് വർഗീസിനുണ്ടായിരുന്നത്. അവരും മരിച്ചു. ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന വാർത്ത പത്രത്തിൽ അച്ചടിച്ചു വന്നാൽ ആരാണ് അവരെ വിവാഹം കഴിക്കാൻ തയ്യാറാവുക? ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. അവിടെ നിന്നാണ് DIG ആന്റണി വെടിവെക്കാൻ ഉത്തരവിട്ടത്. ഈ കുടിലിനരികിൽ വെച്ചാണ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാറിനെ ഞാൻ കുത്തിയത്. മൂന്ന് തവണയുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവരാണിവർ. പക്ഷെ തകർന്നുപോയി. ഇവരുടെ മൺചട്ടിയും മൺകലവും വരെ പോലീസ് ക്യാമ്പുകളിൽ റിഡക്ഷൻ സെയിൽ നടത്തി. ഇവിടെ ഉള്ളവരൊക്കെ ഇപ്പൊ എവിടെ? വരൂ, കാണിച്ചു തരാം. അതാ, അത് കണ്ടോ? വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം.
എഴുന്നേറ്റ് അങ്ങോട്ട് നോക്ക്. ആഭ്യന്തരമന്ത്രി മഹേന്ദ്രവർമ്മ വന്നിരിക്കുന്നു. ആരും ഉപദ്രവിക്കരുത്. ഇവരാണ് എല്ലാത്തിനും കാരണം. ഇവരെ കൊല്ലണം. എങ്കിൽ ആദ്യം എന്നെ കൊല്ലേ. ഞാനാണ് മഹി ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. മഹി ഇനി നമ്മുടെ ആളാണ്. മഹി ഇന്നിവിടെ വന്നത് എനിക്കും നിങ്ങൾക്കും മാത്രം അറിയാവുന്ന ഒരു രാഷ്ട്രീയ രഹസ്യമാണ്. ദയവ് ചെയ്ത് ആരും ഇത് പുറത്തു പറയരുത്. വരൂ. മഹി, ഞാൻ ആദ്യം പോവാ. മഹി പറയാൻ വന്നാ മതി. സൂക്ഷിക്കണം.